ഹലോ, ഇത് ഡേ 6 ആണേ. ഞാനും അമ്മയും കൂടെ പുറത്ത് വരുന്നു പോവുകയാണ്. അങ്ങനെ പുറത്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നെങ്കിൽ എന്തുകൊണ്ട് ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചുകൂടാ. അങ്ങനെ അച്ഛനെയും കൂടെ വിളിച്ചു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു അച്ഛനെയും അമ്മേനെയും കൂട്ടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. പിന്നെ കയറി അതൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരണം കേട്ടോ. അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാനായിട്ട്. വീട്ടിലെ പണിത്തിരക്കും ജോലിയും ഒക്കെ കാരണം അതെപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുവേ. ഞാൻ എവിടെയെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകേണ്ടി വന്ന അമ്മയും കൂടെ കൂട്ടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വരുന്നതും കാത്ത് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെ. അയാൾക്ക് നമുക്കൊരു ഹായ് കൊടുത്തിട്ടേ അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂഷ്വലായിട്ടുള്ള സന്ധ്യാ പരിപാടികൾ, വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലിങ്ങനെ തേരാപ്പാര നടക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കുക്കിയുടെയൊക്കെ കൂടെ ഇരുന്ന് അവൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡൊക്കെ ചെയ്തു. അച്ഛന് വൈകിട്ട് റിസോർട്ടിൽ മ്യൂസിക് പ്രോഗ്രാം ഉണ്ടേ. അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങുക. ഞങ്ങളോട് യാത്ര പറഞ്ഞില്ലെങ്കിലും കൃത്യമായിട്ട് കുക്കിയോട് യാത്ര പറഞ്ഞിട്ടാണ് അച്ഛൻ പോകാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലെമൺ ടീ ഉണ്ടാക്കി കുടിക്കാമെന്നേ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഈ കൈകൾ കൊണ്ടുണ്ടാക്കിയ ലെമൺ ടീയാണ് കുടിക്കുന്നത്. വൈകിട്ട് ഞാൻ കുറച്ച് കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കഷ്ടതകളാണല്ലേ അനുഭവിക്കുന്നത്. അതിനെല്ലാം അതിജീവിച്ച് ഞാൻ മുന്നേറുകയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കൊരു തോന്നലുണ്ടാവും, ഇന്ന് ഞാൻ മല മറിക്കും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മൂഡാണ്. അന്നപ്പോൾ കയറി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ദൈവം അനുഗ്രഹിച്ച് എന്തോ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ചിക്കനായിരുന്നു വെച്ചത്. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു. ഡിന്നറൊക്കെ റെഡിയായി. ഡിന്നറൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ലതായിരുന്നു. പിന്നെ നാളെ രാവിലത്തേന് അപ്പത്തിനുള്ള മാവൊക്കെ അമ്മ അരച്ച് വെക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മുടിയൊക്കെ ചെയ്യുക, മുടിയൊക്കെ കെട്ടി വെക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടിയിരിക്കുക, പിന്നെ ഉറങ്ങുക. അപ്പം ശരി, ബൈ.